കേരളത്തിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വളരെ വലിയ തോതിൽ ചർച്ചകൾ, അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഇടയുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതെല്ലാം തന്നെ നിലവിൽ അവസാനിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി അത് ജനങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താകുമെന്നുള്ള കാത്തിരിപ്പ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലസ്ഥാനം, അതായത് തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകൾ, അതായത് ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സർവേ റിസൾട്ടുകൾ എന്താണ് തിരുവനന്തപുരത്തെ ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന അട്ടിമറികൾ എന്താണ്, അതോടൊപ്പം തന്നെ എന്ത് തരം ജനവിധിയാണ് തിരുവനന്തപുരത്തെ ഈ 14 നിയമസഭയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു. അതായത് ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ഭൂരിഭാഗം സീറ്റുകളിലും LDFിൻ്റെ തേരോട്ടമായിരുന്നു. അതിൽ BJPക്കോ അല്ലെങ്കിൽ UDFിനോ കാര്യമായിട്ടുള്ള നേട്ടമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അതായത് കാട്ടാക്കട, വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കോവളം, നെയ്യാറ്റിങ്കര ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്ന സാഹചര്യം 2026 ആകുമ്പോഴത്തേക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തെരഞ്ഞെടുപ്പ് വിധി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും കണക്ക് കൂട്ടലുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൽ LDFിന് വളരെ വലിയ തോതിൽ തേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ച 2021 തെരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് സമയം കളയാതെ സർവേ റിസൾട്ടിലോട്ട് തന്നെ പോവാം. സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ പല സീറ്റുകളും LDFിന് നഷ്ടമാകുമെന്നാണ് ഈ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയും. അതായത് പല സീറ്റുകളിലും വളരെ വലിയ തോതിൽ ത്രികോണ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഈ സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. അതായത് LDFിൻ്റെ കൈവശമുള്ള സീറ്റുകളിൽ പലതും നഷ്ടമാകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ പല പ്രധാനപ്പെട്ട സീറ്റുകളും നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് 1 നേമം, 2 കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, കാട്ടാക്കട, തിരുവനന്തപുരം ഇവിടങ്ങളിലൊക്കെ തന്നെയും വളരെ വലിയ തോതിലുള്ള ത്രികോണ പോരാട്ടം. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള സ്ഥലമാണ് വർക്കല, ആറ്റിങ്ങൽ. ഈ സ്ഥലങ്ങളും കൂടി ഉൾപ്പെടുത്തി വളരെ കടുത്ത ത്രികോണ പോരാട്ടമാണ് ഈ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിഭാഗം സീറ്റുകളിലും എന്ന് എടുത്തു പറയേണ്ടി വരും. ഇതിൽ LDFിന് സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങൾ വരെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ നഷ്ടം സംഭവിക്കുന്നത് LDFിനാണ്. അതായത് സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും LDFിന് കഴിഞ്ഞ പ്രാവശ്യം 10ൽ കൂടുതൽ, അതായത് ഭൂരിഭാഗം സീറ്റുകളും LDFിൻ്റെ കൈവശമായിരുന്നു. 14 സീറ്റുകളുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം സീറ്റുകളും LDFിൻ്റെ കൈവശമായിരുന്നു. പക്ഷേ 2026 ആകുമ്പോഴത്തേക്കും അതിൽ ഇടിവ് സംഭവിക്കുന്നു. അതായത് 10ൽ താഴെ പോകുന്ന തരത്തിലോട്ട്, അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 സീറ്റ് എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 6 അല്ലെങ്കിൽ 7 സീറ്റ് എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് LDFിന്. ഇനി ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് BJPക്കാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സീറ്റിൻ്റെ ഒരു എണ്ണം നോക്കുമ്പോഴത്തേക്കും അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4 സീറ്റ് എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സർവേ റിസൾട്ട്. അതായത് മാക്സിമം 3 അല്ലെങ്കിൽ 4 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ തിരുവനന്തപുരത്തെ ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും എത്തിയിരിക്കുന്നു. ഇനി UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ 3 സീറ്റുകൾ വരെ മാക്സിമം നേടാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ UDFിന് ഒറ്റ സീറ്റാണ് ഉണ്ടായിരുന്നത്. അതേസമയം BJPക്ക് സീറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. LDFിന് തന്നെയായിരുന്നു ഭൂരിഭാഗം സീറ്റുകൾ.
പക്ഷേ 2026 ആകുമ്പോഴത്തേക്കും ഇതിൽ മാറ്റം സംഭവിക്കും. UDF നേട്ടമുണ്ടാകും, അതായത് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ സീറ്റ് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങളെത്തും. അത് 3, 4 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങളെത്താം. UDF സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 എന്നുള്ള തരത്തിൽ ഈ കാര്യങ്ങൾ എത്താം. ഈ പറയുന്ന LDF സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെത്താം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും UDF BJPക്കും സീറ്റുകൾ കൂടും. അതിൽ LDF സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് LDF സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല, ദോഷകരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് BJPക്കും UDF അനുകൂല ഘടകമായി മാറുകയും ചെയ്യും. പക്ഷേ വലിയ തോതിലുള്ള ഒരു ഇടിവ് എന്നുള്ള തരത്തിലല്ല, പക്ഷേ ഒരു തിരിച്ചടി സംഭവിക്കുന്ന തരത്തിലോട്ട് LDF കാര്യങ്ങൾ മാറും. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കും LDF. പക്ഷേ എല്ലാ സീറ്റുകളും തൂത്തുവാരാനായിട്ട് BJPക്കോ UDF സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തത്തില്ല. അതിൽ LDF പിടിച്ചു നിൽക്കാനാകുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. വോട്ടുകളും പലയിടത്തും, അതായത് വിജയിച്ച് കയറുന്ന ഇടങ്ങളിൽ പോലും LDF വോട്ടുകൾ കുറയും, ഭൂരിപക്ഷം കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് LDF ഭൂരിപക്ഷം കുറയുമ്പോൾ അവിടെ വോട്ടുകൾ കൂടുന്നത് UDF BJPക്കുമാണ് തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും എന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയൊരു അട്ടിമറി തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് സംഭവിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അത് LDF തന്നെയാണ് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. കയ്യിലുണ്ടായിരുന്ന സീറ്റുകളിൽ പലരും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, വോട്ട് ശതമാനവും വിജയിക്ക് കയറുന്ന സ്ഥലങ്ങളിൽ പോലും വോട്ട് ശതമാനം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പല രീതിയിലുമുള്ള അവരുടെ പ്രധാനികളായിട്ടുള്ള ആൾക്കാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ വളരെ വലിയ തോതിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ സീറ്റുകളുമുണ്ട്. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനും അന്തിമഘട്ടത്തിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും നിലവിൽ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്ത് തരത്തിലാണ് വിധി എഴുതിയിരിക്കുന്നത്, അത് ആർക്ക് അനുകൂലമായി മാറും, ആർക്ക് പ്രതികൂലമായി മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ടാണ് വരുന്ന റിസൾട്ട് ഏതെങ്കിൽ അത് തീർച്ചയായിട്ടും അത് LDF പ്രതികൂലമാണ്, അത് UDF BJPക്കും അനുകൂല ഘടകമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. പക്ഷേ യഥാർത്ഥ ജനവിധി എന്താണ് ജനങ്ങൾക്കിടയിൽ LDF ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാറ്റം, അതോടൊപ്പം തന്നെ BJP നിലവിൽ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു നേട്ടം അത് ആവർത്തിക്കാനായിട്ട് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ അത് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണ വിജയമായി തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് BJPക്ക് മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങളെത്തും. അതിന് LDF അനുവദിക്കുമോ അല്ലെങ്കിൽ UDF അനുവദിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. UDF സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മുന്നേറ്റം, അതായത് ഈ പറയുന്ന തോതിൽ ഒരു വലിയ മുന്നേറ്റമല്ല, ഈ പറയുന്ന രീതിയിൽ ഒരു തരംഗമല്ല, പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നേരിയ വർധനവ്, അത് ചിലപ്പോൾ 3 അല്ലെങ്കിൽ മാക്സിമം 4 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത്, അത് BJPക്കാണോ അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള അവിടെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.